നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ട് തോരൻ. അത് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ. 250 ഗ്രാം ചിക്കൻ, 3-4 പച്ചമുളക്, ചെറിയുള്ളി എരിഞ്ഞത്, തക്കാളി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, കറിവേപ്പില, സവാള, തേങ്ങാക്കൊത്ത്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിക്കൻ തോരൻ ആവശ്യം. അപ്പൊ നമുക്കിനി ഇത് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇനി മിക്സിങ് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മള് ചിക്കനിലേക്ക് ആദ്യം എന്താ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും കൂടിയിട്ട് ഗരം മസാല അല്ലേ? ഇനി അത് മിക്സ് ചെയ്യണം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ. ഇനിയിപ്പോ നമുക്ക് ചിക്കൻ നമുക്കൊരു പാനിലേക്ക് ഇടാം. അത് ലോ ഫ്ലെയിമിൽ നമ്മൾ അടച്ചു വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കനിലേക്ക് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയും ഇഞ്ചിയുടെയും പേസ്റ്റും നമ്മളിതിൽ ആഡ് ചെയ്യാം. അത് നമ്മൾ ചതച്ച് നേരത്തെ വെച്ചതാണ്. പിന്നെ അതിലേക്ക് നമ്മുടെ കുരുമുളക് പൊടി ആവശ്യത്തിന് നമ്മൾ ഇടുക. അതിനുശേഷം നമ്മുടെ അതിനുശേഷം ഒന്ന് ഇളക്കുക. മസാലയൊക്കെ പിടിച്ച് വെന്ത് വരണുണ്ട്. ചിക്കൻ അപ്പം മസാലയൊക്കെ പിടിച്ച് നല്ലോണം വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആവട്ടെ. തോരനല്ലേ, അത് കാരണം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാം. ഇത് കുറച്ച് നാളികേരം ചെരണ്ടിയതും ജീരകവും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരണം. ചൂടാകട്ടെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക്, 2 വറ്റൽമുളകൊന്ന് പൊട്ടിച്ചിട്ടിടുക. കുറച്ച് ഉഴുന്ന് പരിപ്പ്, കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അല്ലേ? പച്ചമുളക്, സവാള, സവാളയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് എടുത്ത് വെച്ചിരുന്ന തക്കാളി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് വഴഞ്ഞ് കഴിയുമ്പോൾ ആദ്യം എടുത്ത് വെച്ചിരുന്നല്ലോ തേങ്ങാക്കൊത്ത്, ആ തേങ്ങാക്കൊത്തും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. എത്ര സമയം വഴറ്റി? ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് മൂത്ത് എടുക്കുക. നല്ലോണം ബ്രൗൺ കളർ ആവും. ഒരുവിധം ഇത് മൂത്ത് വന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച് നമുക്ക് ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ചിക്കൻ തോരൻ. അതെ, വ്യത്യാസമുള്ളൊരു ഡിഷ്. ഇപ്പൊ നമ്മള് 250 ഗ്രാം ചിക്കനെ നമ്മൾ അവിടെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് ജീരകവും നാളികേരവും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചിരുന്നല്ലോ, അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം.
ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിരുന്നു. ഇനി വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ഇതിപ്പോ എത്ര സമയം നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം? ഇതൊന്ന് ഡ്രൈ ആവണേടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അല്ലേ? തേങ്ങയുടെ പച്ച രുചി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ അതൊരു സെറ്റ് ആവും. കുറച്ച് സമയം ഒന്ന്. അപ്പൊ നമുക്ക് ഇതേപോലെ ഇതിപ്പോ നമ്മൾ ചിക്കൻ വെച്ച് ചെയ്തു. ഇനിയിപ്പോ നമുക്ക് സോയാബീൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പനീർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അത് നമുക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് ഏതിലാണ് താല്പര്യം വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. നല്ല നെയ്മീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. എന്തായാലും നമ്മൾ ഇതേപോലെ 10, 200, 250 ഗ്രാം ചിക്കനോട് നമുക്ക് 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരനാണ് ചിക്കൻ തോരൻ. ചിക്കൻ തോരൻ റെഡിയായിട്ടുണ്ട്. അതിലേക്കൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഒരല്പം ഗരം മസാല ഇങ്ങനെ തൂവിക്കെടുക്കുക. ഇത് കൂടെ ഒരല്പം തന്നെ കുരുമുളക് പൊടി തൂവിയിട്ട് നമുക്ക് മല്ലിയിലയും കൂടെ ഇട്ട് വാങ്ങാറായി. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു തോരൻ്റെ ഫ്ലേവർ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും. ഫ്രൈ ആയിട്ട് തോരനായി കിട്ടും. ഇപ്പോൾ ശരിയായി ഏകദേശം. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയാൽ റെഡിയായി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ റെഡിയായി. പിന്നെ 2-3 കറിവേപ്പില കൂടെ അതിനകത്ത് വെച്ചു. ഒരു ഗാർണിഷ്, സിമ്പിൾ ഗാർണിഷ്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചിക്കൻ തോരൻ കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മുനൊന്ന് കൊടുത്ത് നോക്കി. കഴിച്ചിട്ട് ടേസ്റ്റ് പറയണ്ട രണ്ടുപേരും. കഴിച്ചേ. അടിപൊളിയാണോ? അപ്പന് ഇഷ്ടമായോ? നോടെ അച്ഛനൊരു ഭക്ഷണം വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തോരൻ, അടിപൊളി. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കറക്റ്റ് റെസിപ്പി ഇടുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളെ അറിയിക്കുക. ഒപ്പം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഫുഡ് ബ്ലോഗ്സ് എല്ലാം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരിക. അപ്പോൾ ബൈ. ഇനി അടുത്തൊരു ഫുഡ് ബ്ലോഗിലൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ.